നമസ്കാരം. ഒരു വലിയ കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് സമയം ഒന്ന് ക്ഷമിക്കണം. അതായത് ഇപ്പം നാട്ടിൽ ഇന്നലെ സ്കൂൾ തുറന്നു. ഒന്നാമത് മൺസൂൺ കാലത്താണ് നമ്മുടെ നാട്ടിൽ സ്കൂൾ തുറക്കുന്നത്. നല്ല മഴയും പേമാരി അങ്ങനെയൊക്കെയുള്ള കാലങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ അപകടങ്ങളും വെള്ളപ്പൊക്കങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇന്നത്തെ കുട്ടികൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടപ്പോൾ, അതായത് ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് വാർത്ത കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി ഓടയിൽ വീണ് മരണപ്പെടുകയുണ്ടായി. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതും സുരക്ഷിതമായി സ്കൂളിൽ എത്തിക്കണം, തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടും സ്കൂളിൽ പോകുന്ന വഴിക്കും വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ പതിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പേരൻസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ ഞാൻ പറയുന്നത്, കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ +2 വരെയുള്ള കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു. അവർക്ക് എത്രയൊക്കെ പറഞ്ഞാലും അവർക്കൊരു പേരൻസിൻ്റെ അത്രയും ഒരു അറിവോ അല്ലെങ്കിൽ ഒരു കാര്യവിവരമോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ പേരൻസ് ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ പോകുന്ന വഴിക്ക് നമുക്ക് അവരെ സഹായിക്കാം, അവരുടെ കൂടെ പോകാം, അല്ലെങ്കിൽ സ്കൂളിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർ സ്കൂളിൽ എത്തിയെന്ന് ഉറപ്പ് വരുത്താം. ഇന്നത്തെ ഒരു വാർത്തയിൽ കണ്ടതാണ്, ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിയെ ഇന്നലെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം വരാതായപ്പോഴാണ് വീട്ടുകാർ അത് അറിയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഒരു പേരൻ്റായ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അവരോട് എപ്പോഴും ഒരു കൂട്ടുകാരെ പോലെയോ അല്ലെങ്കിൽ ഒരു സിബ്ലിങ്സിനെ പോലെയോ ഒക്കെ ആയിരിക്കണം ഒരു അമ്മ, അച്ഛൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ സ്കൂളിൽ പോകുന്നത് അവർക്ക് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ സ്കൂളിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വഴി അവർ സുരക്ഷിതരാണോ, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ സുരക്ഷിതരാണോ, തിരിച്ച് വരുന്ന വഴിക്ക് അവർ സുരക്ഷിതരാണോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥന. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും പേഴ്സണലി ഒരുപാട് വിഷമിക്കാറുണ്ട്. കുട്ടികൾക്ക് എത്രയൊക്കെയാണല്ലോ അവർക്ക് സഹായം വേണം. ഒരു മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചെറിയ കാര്യത്തിനും വലിയ കാര്യത്തിനും എല്ലാം പിള്ളേരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അത് കൂടുതൽ പ്രശ്നത്തിലോട്ട് പോകുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും അവർക്ക് അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയാൻ തയ്യാറാവണം. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം എപ്പോഴും പേരൻസും കുട്ടികളും തമ്മിൽ ഉണ്ടാവേണ്ടത്. അതല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാം മനസ്സിൽ വെച്ച് കുട്ടികൾ തന്നെ അത് സോൾവ് ചെയ്യാനും അതനുസരിച്ച് പിന്നെ പോയി സൂയിസൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒളിച്ചോട്ടം അല്ലെങ്കിൽ പ്രശ്നത്തിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇത്ര നാൾ 2 മാസം വീട്ടിൽ ഇരുന്ന് ഒത്തിരി വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ പ്രശ്നങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികൾ 2 മാസം കഴിഞ്ഞ് സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ സ്കൂളിൽ വിടുകയാണ്. ഇനി സ്കൂളിൽ അവർ പോയി സുരക്ഷിതരാണ് എന്നുള്ള ഇതിൽ. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ